ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് കത്തിമുനയിൽ കഠാനമുനയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് ആരെങ്കിലും കാണുകയും അങ്ങനെ കത്തിമുനയ്ക്ക് ആരെങ്കിലും തീർന്നവനൊക്കെ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ് പടവും ഭിത്തിയിൽ വെക്കുന്നെങ്കിൽ നിങ്ങൾ വെച്ചോളൂ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? നിങ്ങൾ ഹാരമണിയിച്ചോളൂ, നിങ്ങൾ ആണ്ടോടാണ്ട് ആഘോഷിച്ചോളൂ. അതിനെയൊക്കെ മഹാനാണെന്ന് ഞങ്ങളെ നിർബന്ധിക്കരുത്. മഹാന്മാരാണ്, നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയരുത്. അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷികളെ, ഒരുവന്റെ ജീവൻ ഒരു ഐഡിയോളജിക്ക് വേണ്ടി, ഒരു ഫിലോസഫിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അന്യനു വേണ്ടി അവന്റെ ജീവൻ ബലി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് രക്തസാക്ഷി. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. അല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി കത്തിമുനയിൽ ഒടുങ്ങിയവനെയൊക്കെ അല്ല. അങ്ങനെ രക്തസാക്ഷികൾക്ക് ഇന്നതാണ് രക്തസാക്ഷി എന്ന് പറയുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ആരും പാമ്പ്ലാനി പിതാവിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ വരാം. ശ്രീ ലാൽകുമാർ, അതാണ് ഇക്കാര്യത്തിൽ കന്നഡി കരിമ്പിൻകാല പറയുന്നത്. ഇത് പറയുമ്പോൾ CPM മാത്രം പൊള്ളുന്നത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത്. കോൺഗ്രസുകാരൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നുകൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ. അവതാരകൻ ആദ്യം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല എന്നുള്ളത് ആദ്യം. 2, മറ്റ് പാനലിസ്റ്റുകളും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. ഈ പറഞ്ഞതൊക്കെ നിന്നെ ഉദ്ദേശിച്ച അത് ഉറപ്പുവരുത്താമെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ, അല്ല സംസാരിക്കില്ല. കാര്യം ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള സമയം സാധാരണഗതിയിൽ കിട്ടാറില്ല. ഉറപ്പുവരുത്താൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. ശരി, സംസാരിക്കൂ. അങ്ങനെ ഉണ്ട്. സൈലൻസ് ഞാൻ അങ്ങ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തരും. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, പാമ്പ്ലാനി പിതാവ്, അങ്ങനല്ല അദ്ദേഹത്തിന്റെ പേര്, മിസ്റ്റർ പാമ്പ്ലാനി, ഞാൻ അങ്ങനെ വിളിക്കാം. അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ചുമ്മാതെ ചൊറിഞ്ഞതാണെന്ന് തോന്നുന്നില്ല. അപ്പുറത്തിരുന്ന ക്രിസ്ത്യൻ കൗൺസിലിന്റെ ആള് പറഞ്ഞതാണ്. അപ്പൊ ചൊറിഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അല്ലെ? ഒരു ദിവസം ചുമ്മാതെ ഇറങ്ങി കണ്ണിങ് ആയിട്ട് ഷ്രൂഡായിട്ടുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള സിറോ മലബാർ സഭയുടെ ഒരാളാണ് അദ്ദേഹം. അത് ഒരു ദിവസം അദ്ദേഹം ചുമ്മാതെ ചൊറിയില്ല. അപ്പം ചൊറിഞ്ഞു എന്ന് നമുക്ക് പറയാം. നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ പറയും. അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത ഈ മനുഷ്യരുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർക്ക് രക്തസാക്ഷിത്വത്തിനെക്കാട്ടിലും വലുതാണ് 300 രൂപയുടെ റബ്ബർ എന്ന് നമുക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത്. അങ്ങനെയാണ്. 300 രൂപയുടെ റബ്ബറിന് 300 രൂപ ആക്കുകയാണെങ്കിൽ ബാക്കി എന്തും ഒന്നുമല്ല. അതിനൊക്കെ മേളിലാണ് റബ്ബറിന്റെ വില എന്ന് വിശ്വസിക്കുന്നത്. റബ്ബറാകുമ്പോ ഈ വലിഞ്ഞു പോകുമല്ലോ, ചില ആൾക്കാരുടെ നട്ടല് പോലെ എങ്ങനെ വേണേ വലിയ പിന്നെ നാണക്കെടുത്തി. അങ്ങനെ അതുകൊണ്ടായിരിക്കാം റബ്ബറിനോട് കൂടുതൽ താല്പര്യം. അതവിടെ നിൽക്കട്ടെ. അടുത്ത രസകരമായ ഒരു കാര്യം, ഇതിനകത്ത് പറഞ്ഞതിനകത്തെ രസകരമായ ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്, എന്നുവെച്ചാൽ അക്സെപ്റ്റൻസ് ഉള്ളത്. അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അല്ല, നിങ്ങൾക്ക് വിരോധം ഉണ്ട് തന്നെ. നിങ്ങൾക്ക് ഇവിടെ വിരോധം ഉണ്ടേലോ ഒന്നുമില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.